നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചരിത്രത്തിലേക്കൊരു ഗോൾ, അതായിരുന്നു ഹുലിയൻ ആൽവാരസ് റയൽ മാഡ്രിഡിൻ്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയ ആ കിടിലൻ ഗോൾ. എന്തൊരു കിടിലൻ ഗോളായിരുന്നു അത്. ഒരു കേളിംഗ് ഷോട്ട്, ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ആംഗിളിൽ നിന്ന്. സംഗതി അത്ലറ്റിക്കോ മാഡ്രിഡ് ആദ്യപാദം തോറ്റെങ്കിലും വലിയൊരു കടമില്ല. സ്വന്തം മൈതാനത്ത് വേണമെങ്കിൽ ജയിച്ച് കയറാവുന്നതേ ഉള്ളൂ. അത് ഇപ്പോൾ ഹുലിയൻ ആൽവാരസ് പറയുന്നുമുണ്ട്. ഇനി ബാക്കി അങ്ങ് ഞങ്ങളുടെ മൈതാനത്ത്, ഞങ്ങളുടെ ആളുകളുടെ മുന്നിൽ ബാക്കി നമുക്ക് കാണാമെന്ന് ഹുലിയൻ ആൽവാരസ് പറയുന്നുമുണ്ട്. എന്തായാലും ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ഗോളോടുകൂടി 22 ഗോളുകളായിരിക്കുന്നു എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഹുലിയൻ ആൽവാരസ് നേടുന്നു. 7 ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ ഓൾറെഡി അദ്ദേഹം നേടിയിരിക്കുന്നു. സാന്റിയാഗോ ബെർണാബൂവിൽ ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഗോളാണത് എന്ന കാര്യം കൂടി നോക്കുക. കഴിഞ്ഞില്ല. ഹുലിയൻ ആൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്നലെ നേടിയ ആ ഗോളുണ്ടല്ലോ, ദാറ്റ് ഈസ് അത്ലറ്റിക്കോ മാഡ്രിഡ്സ് സെക്കൻഡ് എവർ UCL ഗോൾ അറ്റ് സാന്റിയാഗോ ബെർണബ്യൂ ആൻഡ് ഫസ്റ്റ് സിൻസ് 1959. അപ്പോൾ ഒരു തിരുത്ത് വേണമെങ്കിൽ നമുക്കിതിൽ വരുത്താം. സെക്കൻഡ് അല്ല, ഫസ്റ്റ് എവർ തന്നെ ആക്കാം. കാരണം ഇന്നത്തെ രൂപത്തിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗ് ആയതിനു ശേഷം സാന്റിയാഗോ ബെർണബ്യൂവിൽ പോയിട്ട് ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് താരം നേടുന്ന ആദ്യ ഗോളാണ് ഇന്നലെ പിറന്നിരിക്കുന്നത്. ഇനി അതല്ല, ഇന്നത്തെ UCLന് മുമ്പുള്ള രൂപം യൂറോപ്യൻ കപ്പ് കൂടി ചേർത്തോ. അങ്ങനെയാണെങ്കിൽ 1959 ശേഷം ആദ്യമായിട്ടാണ് സാന്റിയാഗോ ബെർണബ്യൂവിൽ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ് താരം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ അടിക്കുന്നത്. അതാ പറഞ്ഞത്, ചരിത്രത്തിലേക്കുള്ള ഗോളായിരുന്നു അത്. എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡിനായിട്ട് ഈ സീസണിൽ, ഇപ്പോൾ ഈ വർഷം സാന്റിയാഗോ ബെർണബ്യൂവിൽ അവർ നേടിയ 2 ഗോളുകളും നേടിയിരിക്കുന്നതും ഹുലിയൻ ആൽവാരസ് ആണ്. എന്തായാലും ഹുലിയൻ പറഞ്ഞ പോലെ ഇനി ബാക്കി മെട്രോപൊളിറ്റനോയിൽ അവർക്ക് അനുകൂലമാക്കി കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.